ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഉത്ഥാന തിരുനാളിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കുകയാണല്ലോ. എല്ലാവർക്കും ആദ്യമേ ഉത്ഥാന തിരുനാളിൻ്റെ ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ഈ ദിവസം ഈശോയെ കൂടുതൽ ധ്യാനിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ വലിയ ആഴ്ചയിൽ മുഴുവൻ കർത്താവിൻ്റെ പാടുപീഡകളെയൊക്കെ കുറിച്ച് ധ്യാനിച്ച് അവൻ്റെ സഹനത്തിൽ പങ്കുചേർന്ന് നമ്മൾ ജീവിക്കുകയായിരുന്നു. ഇന്നലെ അവനോടുകൂടി മരിച്ച് മാമുദീസായുടെ വ്രത നവീകരണങ്ങളെല്ലാം നടത്തി പുതിയൊരു മനുഷ്യനായി നമ്മൾ മാറുകയായിരുന്നു. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തു എന്ന പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിൻ്റെ നന്മയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ഉത്ഥാന തിരുനാളിൽ 3 ആശയങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ ആശയം എന്നുള്ളത് റിജോയ്സ് എന്നുള്ളതാണ്, ആനന്ദിക്കുക എന്നുള്ളതാണ് ഈ ഉത്ഥാന തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സഹനങ്ങളെയൊക്കെ നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ജീവിതം നിരാശയിലേക്ക്, വേദനയുടെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വേദനകളെല്ലാം നൈമിഷികമാണ് എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. വേദനകൾ ആ സമയത്ത് ഒത്തിരി ഭാരമുള്ളതാണെങ്കിലും അതിനപ്പുറത്ത് നിത്യമായി നിലനിൽക്കുന്ന ഒരു ഉത്ഥാനത്തിൻ്റെ ആനന്ദത്തിൻ്റെ ദിനമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആനന്ദിക്കേണ്ട ദിവസമാണ്. നമ്മൾ വായിച്ചു കേട്ടല്ലോ, പൗലോസ്ലീഹായുടെ ലേഖനം നമ്മൾ വായിച്ചു കേട്ടതുള്ളതാണ്. പൗലോസ്ലീഹായുടെ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവ് ഉത്ഥാനം ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിശ്വാസവും ഞങ്ങളുടെ പ്രഘോഷണമൊക്കെ വ്യർത്ഥമാണ്. അപ്പോൾ നമ്മൾ ആനന്ദിക്കേണ്ട ഒരു സമയമാണ്. ഒന്നാമത്തെ ആശയം ആനന്ദിക്കുക എന്നുള്ളതാണ്, ക്രിസ്തുവിൽ ആനന്ദിക്കുക. നമ്മൾ ഈ വേദന വരുമ്പോൾ, വിഷമങ്ങൾ വരുമ്പോഴൊക്കെ നമ്മുടെ കണ്ണുകളൊക്കെ അന്ധമായി തീരും, പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടും. ഈ പ്രത്യാശ നഷ്ടപ്പെടുന്ന ഇടത്ത് ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവം നൽകുന്നത് ഈ നൈമിഷികമായ വേദനകളെല്ലാം കടന്നു പോകുന്നതും നിത്യമായി നിലനിൽക്കുന്ന ഒരു ഉത്ഥാനത്തിൻ്റെ ദിനം നമുക്കുണ്ട് എന്ന ചിന്തയാണ്. ആനന്ദിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ഉയർപ്പിൻ്റെ ഈ മഹത്വം, സന്തോഷം എന്നുള്ളത് ഒരു ആനന്ദമാണ്. എനിക്ക് എൻ്റെ ദൈവം സ്വർഗത്തിലുണ്ട്, വലതുഭാഗത്തുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, എന്നെ പരിപാലിക്കുന്ന എൻ്റെ ദൈവം, അത് മരണത്തിൽ അവസാനിച്ചതല്ല, മറിച്ച് ഉത്ഥാനത്തിൻ്റെ വലിയ മഹിമയിലേക്ക് ഉയർക്കപ്പെട്ട വലിയൊരു വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നേ ദിനം നിങ്ങൾക്ക് ആനന്ദിക്കാനായിട്ട് സാധിക്കട്ടെ. ആനന്ദിക്കുന്നവൻ ക്രിസ്തുവിൽ ആനന്ദിക്കുക. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടവനല്ല, അതിനേക്കാളെല്ലാം ഉപരിയായി അടക്കപ്പെട്ട ഈശോ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ. ഈ ഒരു ആനന്ദത്തിലായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് ഈ ഉത്ഥാനം നമ്മെ നൽകുന്ന സന്ദേശം എന്നുള്ളത് ഒരു റീയൂണിയൻ എന്നുള്ളതാണ്. വീണ്ടും ഒരു ഐക്യത്തിലേക്ക് കടന്നു വരേണ്ട ദിനമാണ് ഉയർപ്പിൻ്റെ തിരുനാളെന്ന് നമുക്കറിയാം. ഈശോ പിതാവിൻ്റെ സന്നിധി വിട്ട് ഈ ഭൂമിയിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് വന്ന ഒരു മനുഷ്യനാണ്. ഈ ഈശോ വീണ്ടും ഈ ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ ഒരു ദിനമാണ്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദിനമാണ് ഈ ഉത്ഥാനത്തിൻ്റെ ദിനമെന്നുള്ളത്. അതോടൊപ്പം ഈ ഗത്സമനയിൽ ചിതറിക്കപ്പെട്ട ഈ ജനത്തെ, തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന്മാരെ ഉത്ഥാനത്തിൻ്റെ മഹിമയോടുകൂടിയാണ് വീണ്ടും വിളിച്ചു ചേർക്കപ്പെടുക. മഗ്ദലേന മറിയത്തിലൂടെയും മറ്റ് അപ്പോസ്തലന്മാരുടെയും എല്ലാം, ക്രിസ്തു സ്നേഹിച്ചിരുന്ന അപ്പോസ്തലന്മാരുടെ എല്ലാം പറയുന്നത് അവരെ വിളിച്ചു കൂട്ടുക എന്നുള്ളതാണ്. ഗലീലയിലേക്ക് അവരെ വിളിച്ചു കൂട്ടുക, ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഈ ഉത്ഥാനത്തിൻ്റെ സന്ദേശം. രണ്ടാമത്തെ സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഉയർപ്പ് നമുക്ക് നൽകുന്നത് റീയൂണിയനാണ്. വീണ്ടും ഒരു ഐക്യത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള ഐക്യത്തിലേക്ക്, സഹോദരങ്ങളുമായിട്ടുള്ള ഐക്യത്തിലേക്ക്, നമ്മുടെ സഭയുമായിട്ടുള്ള ഐക്യത്തിലേക്ക് തിരിച്ചു വരിക. ഈ പീഡാസഹനവും ഈ കഷ്ടപ്പാടും ഈ വേദനകളും സഹനങ്ങളും ഒറ്റിക്കൊടുക്കുന്ന അനുഭവം, ചിതറിക്കപ്പെട്ട അനുഭവമെല്ലാം മനുഷ്യനെ നയിക്കേണ്ടത് ഈ റീയൂണിയനിലേക്കാണ്, ക്രിസ്തുവുമുള്ള ഐക്യത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. ഈ ഉയർപ്പിൻ്റെ ഈ രണ്ടാമത്തെ സന്ദേശം സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമതായിട്ട് റൺ എന്നുള്ളതാണ്, ഓടുക എന്നുള്ളതാണ്. മൂന്നാമത് ദൈവം ഓടേണ്ട ഒരു സമയമാണ്. ഉയർപ്പ് എന്ന് പറയുന്നത്, ഉയർപ്പ് അനുഭവം ലഭിച്ചവരെല്ലാവരും ഓടി എന്നുള്ളതാണ്. കർത്താവിൻ്റെ ഒഴിഞ്ഞ ഖബറിടം കാണാൻ വേണ്ടി പത്രോസ്ലീഹായും ഈശോ സ്നേഹിച്ചിരുന്ന മനുഷ്യനും ഓടി എന്നാണ് പറയുക. ഓട്ടം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഈ ദൈവത്തെ അനുഭവിച്ചവർ ഇരിക്കേണ്ടവരല്ല, മറിച്ച് ഓടേണ്ടവരാണ്. ജീവിതത്തിൽ ഈ ഉത്ഥാന അനുഭവം സ്വീകരിച്ച നാം ഓരോരുത്തരും ഓടണം. എന്തുമായിട്ട്? ക്രിസ്തുവുമായിട്ട്.
ക്രിസ്തുവിൻ്റെ സ്നേഹവുമായിട്ട്. അതുകൊണ്ടാണല്ലോ അവൻ പറയുന്നത്, നിങ്ങൾ സകല ജനതകളെയും ശിക്ഷപ്പെടുത്തുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്ന ഉദ്ധാനം ചെയ്ത ഈശോയുടെ ദൗത്യം എന്നുള്ളത് അനേകരിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് ഉദ്ധാന അനുഭവം സ്വീകരിച്ച് പോകുമ്പോൾ ഞാൻ കടന്നു ചെല്ലേണ്ട ഇടങ്ങളിലെല്ലാം ഈ ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോസ്തലന്മാർ ഓടിയ പോലെ ഈശോയെ കാണാനും അനുഭവിച്ച ഈശോയെ കൊടുക്കുവാനുമുള്ള തീക്ഷ്ണത നമുക്കുണ്ടാകണം. നമ്മുടെ ഈ ഭാരതത്തിലേക്ക് കടന്നു വന്ന തോമാസ് ലീഹായും വചനം പ്രഘോഷിച്ച പൗലോസ് ലീഹായും പത്രോസ് ലീഹായും അപ്പോസ്തലന്മാരുമെല്ലാം ഈ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഓടുകയായിരുന്നു. ജീവിതത്തിൻ്റെ അവസാനം വരെ അവർ ഓടി. നമ്മളും ഈ ഓടേണ്ടവരാണ്. അതുകൊണ്ടാണല്ലോ പൗലോസ് ലീഹായുടെ ഒരു വചനം നമ്മുടെ എല്ലാം ഈ മരണത്തിൻ്റെ അവസാന സമയത്ത്, ഖബറടക്ക ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ നല്ലവണ്ണം ഓടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, അതിനാൽ ദൈവം ജീവന്റെ കിരീടം എന്നെ അണിയിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ജീവന്റെ കിരീടം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ഓടുന്നവർക്കാണ്. കിടക്കുന്നവർക്കോ ഇരിക്കുന്നവർക്കോ മാറ്റിവെക്കുന്നവർക്കോ അല്ല, മറിച്ച് ഈശോയെ പിടിച്ച് ഓടുന്നവർക്കാണ്. പ്രിയമുള്ളവർ, നമ്മൾ വ്യത്യസ്ത തലങ്ങളിൽ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നവരാണ്. പൗരോഹിത്യ ശുശ്രൂഷയിൽ, സന്യാസ ജീവിതത്തിൽ, നമ്മുടേതായ ആത്മായ ജീവിതത്തിലെല്ലാം, കുടുംബജീവിതത്തിലെല്ലാം വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ്. ഈ ക്രിസ്തുവിന് വേണ്ടി ഓടാനായിട്ട് നമുക്ക് തയ്യാറാകുന്നുണ്ട്. ചില ഉത്തരവാദിത്തങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ, ചില കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ, ഇന്ന് ഇത് മതി, ഇനിയിപ്പോൾ നാളെ പള്ളി പോകാം എന്ന് ചിന്തിച്ച് മാറ്റിവെക്കുന്നവരാണ്. മാറ്റിവെക്കുന്നവർക്കല്ല ജീവന്റെ കിരീടം, ഓടുന്നവർക്കാണ്. ക്രിസ്തുവിന് വേണ്ടി, ഉദ്ധിതനായ ക്രിസ്തുവിന് വേണ്ടി ഓടി നമ്മുടെ ജീവിതം പൂർത്തിയാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധാത്മാക്കളെല്ലാം ഈശോയ്ക്ക് വേണ്ടി ഓടി ജീവിതത്തെ വ്യയം ചെയ്യവരാണ്. നമ്മുടെ ഈ ഉദ്ധാന തിരുനാളിൽ ഈശോ നമ്മോട് പറയുന്നത്, എനിക്ക് വേണ്ടി ഓടാൻ നീ തയ്യാറാണോ എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, 3 ചിന്തകളാണ് നിങ്ങളോട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്ന്, ഉദ്ധാനത്തിൻ്റെ ദിനം എന്നുള്ളത് ആനന്ദിക്കാനുള്ളതാണ്. രണ്ടാമതായിട്ട്, ഒരു പുനരൈക്യത്തിൻ്റെ, റീയൂണിയൻ്റെ ഒരു ദിനമാണ്, ഓർമ്മയുടെ ദിനമാണ് ഈ ഉയർപ്പ് തിരുനാൾ എന്നുള്ളത്. മൂന്നാമതായിട്ട്, റൺ എന്നുള്ളതാണ്, ഓടുക എന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി ഓടി ജീവിതം പൂർത്തിയാക്കുക. പൗലോസ് ലീഹായുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം. ഞാൻ നല്ലവണ്ണം ഓടി, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ആകയാൽ ജീവന്റെ കിരീടം ദൈവം എന്നെ അണിയിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ഉദ്ധാന തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ.